പേരാമ്പ്ര കരിങ്കണ്ടംപാറ പൂവത്താംകുന്നിലെ ഇല്ലത്ത് ബിജുവിന്റെ 35 അടിയോളം ആഴമുള്ള കിണറിലാണ് ആട് വീണത്. മിണ്ടാപ്രാണിയെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ അധ്യാപകനായ ജോർജ് കിണറിലേക്ക് ഇറങ്ങി. ആടിനെ സുരക്ഷിതമായി കരക്കെത്തിച്ച ശേഷം മുകളിലേക്ക് കയറാനാവാതെ ജോർജ് കുടുങ്ങുകയായിരുന്നു. അങ്ങനെ ജോർജിനെ രക്ഷിക്കാൻ നാട്ടുകാരനായ വിൽസനും ഇറങ്ങി. തിരിച്ചു കയറാനാവാതെ ഇരുവരും കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു. ഒരുപാട് പരിശ്രമിച്ചെങ്കിലും റിസ്ക് എടുക്കാൻ കാത്തില്ല. പേരാമ്പ്രയിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ വിളിച്ചു വരുത്തി. റെസ്ക്യൂ നെറ്റും റോപ്പും ഉപയോഗിച്ച് ഇരുവരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഏറെ ഭയന്നെങ്കിലും കുഞ്ഞു ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ജോർജ് മാഷും വിൽസനും ഇപ്പോൾ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാരയുണ്ട്. നയൻതാര ഇന്നൊരു രക്ഷാദൗത്യവുമായി തന്നെയാണ് തത്സമയ റിപ്പോർട്ടറിൽ വരുന്നത് അല്ലേ നയൻതാര? കീരി അങ്ങനെ പലതിനെയും രക്ഷപ്പെടുത്തിയ അവസാനം മനുഷ്യൻ്റെ രക്ഷാദൗത്യമാണ്. ഇപ്പോൾ ആ സംഭവം നടക്കുമ്പോൾ അത് വലിയ ഗൗരവമാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ജോർജ് സാറും ഈ വിൽസൺ ചേട്ടനൊക്കെ തന്നെ ചിരിക്കുന്നുണ്ടാവും അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച്. നാട്ടുകാർക്കൊരു നമ്മളങ്ങനെയാണല്ലോ, എന്ത് ദുരിതവും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ചിരിക്കുള്ള വകയായി മാറും പലപ്പോഴും. ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ ആ സമയത്തൊരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഇവർ നേരിട്ടത്? ദിവിഷ പറഞ്ഞ പോലെ നമുക്ക് കൗതുകത്തിനൊക്കെ വേണമെങ്കിൽ ആടൊരു ഭീകര ജീവിയാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ആളുകളെയൊക്കെ മുൾമുനയിൽ നിർത്തിയൊരു നിമിഷം തന്നെയായിരുന്നു. കാരണം ഒരു ആട് കിണറിലേക്ക് വീഴുന്നു. 32 അടി താഴ്ചയുള്ള ഒരു കിണറിലേക്കാണ് വീഴുന്നത്. ആ കിണർ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ ആടായാലും പൂച്ചയായാലും പട്ടിയായാലും മനുഷ്യനായാലും ജീവന്റെ വില എന്ന് പറയുന്നത് അത് വിലപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയാണ് ജോർജ് മാഷ് ഇതിനു വേണ്ടി മുതിരുന്നത്. ജോർജ് മാഷ് ഞാൻ ഇറങ്ങിക്കോളം, രക്ഷിക്കണം എന്ന ഒരു തീരുമാനത്തിലും പുള്ളിക്കാരൻ തന്നെ ഒരു കയറൊക്കെ കെട്ടി കിണറിനകത്തേക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അങ്ങനെ കിണറിനകത്തുനിന്ന് ഈ ആടിനെ മുകളിലേക്ക് എത്തിച്ചു. അതിനെ സുരക്ഷിതമായി മുകളിലേക്ക് എത്തിച്ചെങ്കിലും മാഷിന് പിന്നീട് മുകളിലോട്ട് കയറാൻ പറ്റാതായി. അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാവരും ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് ആ ഒരു ഭയങ്കര ടെൻഷനിലായിരുന്നു ആ നാടൊന്നടങ്കം. അങ്ങനെ വിൽസൺ എന്ന് പറയുന്ന സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരനായ വിൽസൺ ചേട്ടൻ ജോർജ് മാഷിനെ രക്ഷിക്കാൻ വേണ്ടി ആ കയറിലൂടെ തന്നെ താഴോട്ട് ഇറങ്ങി. പക്ഷെ 2 പേർക്കും തിരിച്ചു കയറാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. നാട്ടുകാരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഇതായിരുന്നു. ആ സമയത്ത് പേരാമ്പ്ര ഫയർ സ്റ്റേഷനെ ഇവർ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. ആ ക്ഷണം തന്നെ പേരാമ്പ്ര ഫയർ സ്റ്റേഷൻ ടീം സ്ഥലത്തെത്തി ഈ റെസ്ക്യൂ നെറ്റും അതുപോലെ തന്നെ റോപ്പൊക്കെ ഉപയോഗിച്ച് വിൽസൺ ചേട്ടനെ അതുപോലെ തന്നെ ജോർജ് മാഷിനെയും സുരക്ഷിതമായി കിണറിലെ പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതൊന്നും അറിയാതെ സമീപത്ത് നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന ആട്, ദിവിഷ് പറഞ്ഞ പോലെ സമീപത്തിരുന്ന് ആ ആട് പുല്ല് കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത് നാട്ടുകാരെ വളരെ ടെൻഷൻ അടിപ്പിച്ച സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ആയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ഈ ഒരു വിഷയം പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവണം ഒരു പക്ഷേ.